അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളെ നിസ്കാരത്തെ ഇൻവാലിഡേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ നിസ്കാരത്തിൽ ഉണ്ടായാൽ ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കത്തില്ല. എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ നോമ്പിനെ മുറിയിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതൊക്കെ എന്തെന്നും ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നുണ്ട്. ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് മുമ്പേ ഉള്ള വീഡിയോയിൽ 2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിപ്ലൈ പറയാം. ഫസ്റ്റത്തെ കമൻറ്റ് ഇതാണ്: ഹറാം റിലേഷൻഷിപ്സ് ഒഴിവാക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുമെന്നാണ്. ഹറാം റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും. നിക്കാഹിന് മുമ്പുള്ള ലവ് റിലേഷൻഷിപ്പിനെയാണ് ഹറാം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഇതെങ്ങനെ ഒഴിവാക്കാമെന്ന് വെച്ചാൽ, ഒരു ആണും പെണ്ണും റിലേഷൻഷിപ്പിൽ ആവുന്നത് ചിലപ്പോൾ അവർക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടിയിട്ടായിരിക്കും. ടൈം പാസിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല, നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഹറാം റിലേഷൻഷിപ്പ് മാത്രമല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ ഒരുപാട് സമയം നമുക്ക് സന്തോഷത്തോടെ ചിലവഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാളെ കല്യാണം കഴിക്കുന്നെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗത്ത് മാത്രം നിന്ന് നോക്കിയാൽ പോരാ. ചിലപ്പോൾ നമ്മളേക്ക് നല്ലപോലെ സ്നേഹിക്കുമായിരിക്കും. നമ്മൾ സ്നേഹിക്കുന്നത് മാത്രം പോരാ, നമ്മൾ അതേപോലെ തന്നെ നോക്കണം. നമുക്ക് ഭാവിയിൽ കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ കുട്ടികൾക്ക് നല്ല വാപ്പയാവുമോ നല്ല ഉമ്മയാവുമോ എന്നുകൂടെ ചിന്തിക്കണം. അതിന് നിങ്ങൾ എങ്ങനെ ചിന്തിക്കണമെന്ന് വെച്ചാൽ, നിങ്ങളെ സ്വന്തം വാപ്പാക്ക് ഇതേപോലത്തെ സ്വഭാവമാണ്, ഈ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സ്വഭാവമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന്. നിങ്ങൾക്ക് ഈ പാർട്ട്ണറിനെ വെച്ചിട്ട് ഒരു റൈറ്റീസ് ആയിട്ടുള്ള ഫാമിലി ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കണം. എന്നിട്ട് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ അറിയിക്കണം. അപ്പോൾ നിങ്ങളെ പേരൻസ് തമ്മിൽ ഒരു തീരുമാനം എടുക്കും. നിങ്ങളുടെ നിക്കാഹ് കഴിയുന്നവരെ ഒരിക്കലും പ്രൈവറ്റായിട്ട് സംസാരിക്കാനോ കാണാനോ ശ്രമിക്കരുത്. പിന്നെ നിങ്ങൾ ചെയ്ത തെറ്റിന് അള്ളാഹുവിനോട് തൗബ ചെയ്യണം. തൗബ ചെയ്താലേ നിങ്ങളുടെ നിക്കാഹ് വാലിഡ് ആവത്തുള്ളൂ. തൗബ ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും തെറ്റുകൾ ചെയ്യരുത്. അതായത് പിന്നെ സംസാരിക്കാനോ പ്രൈവറ്റായിട്ട് കാണാനോ ഒന്നും ശ്രമിക്കരുത്. ഇപ്പോൾ ഹറാം റിലേഷൻഷിപ്പ് എങ്ങനെ ഒഴിവാക്കാമെന്ന് ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഹറാം റിലേഷൻഷിപ്പിൽ ഉള്ളവർ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ പോവാതിരിക്കാൻ ശ്രമിക്കണം. ഇനി അടുത്ത കമൻറ്റ് എന്ന് പറയുന്നത്, നമുക്ക് എങ്ങനെ ബോയ്സിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാമെന്നാണ്. നമ്മൾ ബോയ്സിനെ കാണുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് മിണ്ടിപ്പോവും, നമ്മുടെ സൗണ്ട് സോഫ്റ്റായി പോവും എന്നൊക്കെയാണ് പറയുന്നത്. പൊതുവേ ഈ ഹൈസ്കൂൾ തൊട്ടൊക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. ചിലപ്പോൾ അപ്പോഴായിരിക്കും ഈ ഫ്രീഡമൊക്കെ ഒരുപാട് കിട്ടിത്തുടങ്ങുന്നത്. സ്കൂൾ മാറും, ഒറ്റയ്ക്ക് സ്കൂളിൽ പോയി തുടങ്ങും, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഈ സമയത്താണ് നമ്മളെ തന്നെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ സ്കൂളിലും കോളേജിലൊക്കെ വിചാരിച്ച് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ, ഈ ബോയ്സിനോട് മിണ്ടുന്നതൊക്കെ എന്തോ വലിയ കാര്യമാണ്, ബോയ്സ് എന്തോ വലിയ സംഭവമാണ്, അവരടുത്ത് മിണ്ടുന്ന ആൾക്കാർ വലിയ ആൾക്കാരാണെന്നൊക്കെയാണ്. അങ്ങനെ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ അള്ളാഹു നമ്മളെ തെറ്റുകളിൽ നിന്ന് മാറ്റാൻ വേണ്ടി നമ്മളെ സ്വഭാവം തന്നെ നല്ലപോലെ ആക്കിത്തരും. അതായത് ഇനിയിപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, എനിക്ക് സ്കൂളിലോ കോളേജിലോ ഒരു ബോയ്സിലെ ഫ്രണ്ട്സും ഇല്ലായിരുന്നു. കാരണം ഞാനങ്ങനെ ആർത്തും മിണ്ടാറേ ഇല്ലായിരുന്നു. ഞാൻ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ മാത്രമേ ഞാൻ നല്ലപോലെ മിണ്ടത്തുള്ളൂ. ബാക്കി ആരടുത്തും ഞാൻ മിണ്ടത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ അവർ സംസാരിക്കാൻ വന്നാൽ പോലും ഞാൻ അങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അള്ളാഹു നമ്മളെ എത്രയോ പ്രാവശ്യം തെറ്റുകളിൽ നിന്ന് പോവാതെ മാറ്റി നിർത്തിയേക്കുന്നെന്ന്. നമുക്ക് എങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. ബോയ്സ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമേ അല്ല, നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യരാണ്. അവരടുത്ത് മിണ്ടിയെന്ന് പറഞ്ഞ് നമുക്ക് തെറ്റുകളല്ലാതെ ഒന്നും കിട്ടാൻ പോണില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ അങ്ങ് മറക്കണം. നമ്മുടെ ക്ലാസ്സിൽ ബോയ്സൊക്കെ കാണത്തില്ലേ, അപ്പോൾ നമ്മൾ അവർ ബോയ്സ് എന്ന രീതിയിൽ കാണാതെ നമ്മളെ പോലെയുള്ള മനുഷ്യരെന്ന രീതിയിൽ കാണണം. നമുക്ക് ഗേൾസിൽ തന്നെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ബോയ്സിൻ്റെ അടുത്ത് അങ്ങനെ മിണ്ടാൻ പോകണമെന്നൊന്നും ഒരു തോന്നലും വരത്തില്ല. അതുകൊണ്ട് നമ്മൾ കോളേജിൽ സ്കൂളിലൊക്കെ നല്ല ഗേൾസ് ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഇനി നമുക്ക് നമ്മുടെ നിസ്കാരത്തെ ഇൻവാലിഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി പോയി. അപ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ നിസ്കാരം ശരിയായില്ല, ഒന്നുകൂടി പോയി നിസ്കരിച്ചിട്ട് വരാൻ. അങ്ങനെ 3 പ്രാവശ്യം നിസ്കരിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരിയായില്ല, ഒന്നുകൂടെ നിസ്കരിക്കാൻ. അപ്പോൾ നമ്മൾ എന്തായാലും അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതുവരെ നമ്മൾ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു തരും. 11 കാര്യങ്ങളായിട്ട് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വുളു മുറിയുന്നതാണ്. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വുളു മുറിയാനുണ്ടാവുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ നിസ്കാരം മുറിയും. അപ്പോൾ നമ്മൾ നിസ്കാരം സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി വുളു എടുത്ത് നിസ്കരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ മറന്നു പോകുമായിരിക്കും നമ്മുടെ ഡ്രസ്സിൽ നജസ്സുള്ള കാര്യം. അപ്പോൾ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത്, എൻ്റെ ഡ്രസ്സിൽ നജസ് ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്, ഞാൻ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ ഓർത്തത്, മറന്നു പോയത് കൊണ്ടല്ലേ അള്ളാഹു ഈ നിസ്കാരം സ്വീകരിക്കും, അതുകൊണ്ട് പൂർണ്ണമായിട്ട് നിസ്കരിക്കാമെന്ന്. അള്ളാഹു ആ നിസ്കാരം സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ നിസ്കാരം സ്റ്റോപ്പ് ചെയ്തിട്ട് ആ നജസ്സൊക്കെ മാറ്റിയിട്ട് വേണം നിസ്കരിക്കാൻ. മൂന്നാമത്തെ കാര്യം, നമ്മൾ അറിവോടെ നമ്മുടെ ഔറത്ത് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ മഫ്തയൊന്നും ശരിയാവാത്തതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ മഫ്ത ഊരിയിട്ട് മഫ്ത ഇട്ട് അങ്ങനെ നിസ്കാരത്തിൻ്റെ ഇടയ്ക്ക് ചെയ്താൽ ആ നിസ്കാരം മുറിയും. നാലാമത്തെ കാര്യം, നമ്മൾ മനഃപൂർവ്വം കിബില മാറ്റി നിസ്കരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കുക, അള്ളാഹു ഈ കിബില മാറ്റി എന്നും പറഞ്ഞ് നിസ്കാരം സ്വീകരിക്കാതെ ഇരിക്കത്തൊന്നുമില്ല എന്ന് വിചാരിച്ച് നിസ്കരിക്കുന്നത്. അങ്ങനെ നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടി നിസ്കരിക്കേണ്ടി വരും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മനഃപൂർവ്വം നിസ്കാരത്തിൻ്റെ ഇടയിൽ സംസാരിക്കുന്നത് നിസ്കാരത്തെ മുറിക്കുന്ന കാര്യമാണ്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിസ്കാരത്തിനിടയിൽ നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത്. അതും നിസ്കാരത്തെ മുറിക്കും. നമ്മൾ ഒന്നേന്ന് നിസ്കരിച്ചേ പറ്റത്തുള്ളൂ. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അയാൾ നിൽക്കുന്ന പൊസിഷൻ തൊട്ട് സുജൂദ് ചെയ്യുന്ന പൊസിഷന് ഇടയിൽ ഏതെങ്കിലും സ്ത്രീയോ ഒരു കഴുതയോ ഒരു പട്ടിയോ കടന്നു പോയാൽ അവരുടെ നിസ്കാരം മുറിഞ്ഞു പോകും. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നിസ്കരിക്കുന്നതിൽ ഏതെങ്കിലും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെങ്കിൽ ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഒന്നേന്ന് നിസ്കരിക്കണം. ഇനി 9ാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ നിസ്കരിക്കുന്നതിന് ഇടയ്ക്ക് കഴിക്കാനോ കുടിക്കാനോ ഒന്നും പാടില്ല. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു റക്അത്തും കൂടി നിസ്കരിക്കുക, അള്ളാഹു കൂടുതൽ പ്രതിഫലം തന്നാലോ, ഒരു സുജൂദ് കൂടി കൂടുതൽ ചെയ്യാം, ഒരു റുക്കുവ് കൂടുതൽ ചെയ്യാം, അള്ളാഹു കുറേ പ്രതിഫലം തന്നാലോ എന്ന് വിചാരിച്ച് ഒന്നും ചേർക്കാൻ പാടില്ല. അങ്ങനെ ചേർത്താൽ നമ്മുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കത്തില്ല. ഒന്നുകൂടെ നമ്മൾ നിസ്കരിക്കേണ്ടി വരും. ഇനിയിപ്പോൾ നിസ്കാരത്തിനിടയിൽ നമ്മൾ നിസ്കാരത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഒരു റക്അത്തിൽ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു റക്അത്തും കൂടി നേരെ നിസ്കരിക്കാമെന്ന്. അങ്ങനെയും വിചാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിസ്കാരത്തിൻ്റെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നമ്മൾ മറന്നു പോയാൽ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം 2 സുജൂദ് ചെയ്താൽ മതിയെന്ന്. 11ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിസ്കാരം നിർത്താമെന്ന് തീരുമാനിച്ചാൽ നിസ്കാരം മുറിഞ്ഞു പോകും. അള്ളാഹു നിസ്കാരം സ്വീകരിക്കത്തുമില്ല. പിന്നെ നമ്മൾ ഒന്നേന്ന് നിസ്കരിക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് നിസ്കാരത്തെ ഇൻവാലിഡ് ആക്കുന്നത്. ഇനി നോമ്പിനെ ഇൻവാലിഡ് ആക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നോക്കാം. 7 കാര്യങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ മനഃപൂർവ്വം എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകും. നമ്മുടെ വയറ്റിൻ്റെ അകത്ത് ഒന്നും ചെല്ലാൻ പാടില്ല, അതിപ്പോൾ ഒരു കല്ലാണെങ്കിൽ പോലും. പിന്നെ 2ാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മനഃപൂർവ്വം ഛർദ്ദിച്ചാൽ, അതായത് നമ്മൾ വായിൽ കൈയിട്ട് ഛർദ്ദിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ നോമ്പ് മുറിയും. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, പീരിയഡ്സ് ആവുന്നതാണ്. നമ്മളിപ്പോൾ മഗ്‌രിബിന് 1 മിനിറ്റ് മുമ്പ് പീരിയഡ്സ് ആയാൽ നമ്മുടെ ആ നോമ്പ് മുറിയും. നമ്മൾ പിന്നെ ആഹാരം കഴിക്കാതെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, അള്ളാഹു ആ നോമ്പ് സ്വീകരിക്കത്തില്ല. നമ്മൾ ആ നോമ്പ് ഒന്നുകൂടെ പിടിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്താൽ നമ്മുടെ നോമ്പ് മുറിയും. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മനഃപൂർവ്വം ഇജാക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇജാക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ നോമ്പ് മുറിയും.
ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ന്യൂട്രീഷന് വേണ്ടി ഇൻജെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ നോമ്പ് മുറിക്കും. അതായത് ഗ്ലൂക്കോസൊക്കെ ഇൻജെക്റ്റ് ചെയ്ത് നമ്മുടെ പുറത്ത് കയറ്റിയാൽ നമ്മുടെ നോമ്പ് മുറിയും എന്തായാലും. നമുക്ക് ന്യൂട്രീഷൻ തരുന്ന അല്ലാത്ത ഇൻജെക്ഷനൊന്നും കുഴപ്പമില്ല. പിന്നെ ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബോഡിയിൽ നിന്ന് കപ്പിങ് ചെയ്യത്തില്ലേ മെഡിറ്റേഷന് വേണ്ടി, അതായത് നമ്മുടെ അഴുക്ക് ബ്ലഡൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് കളയത്തില്ലേ, അങ്ങനെ ചെയ്താലും നമ്മുടെ നോമ്പ് മുറിയും. അതൊക്കെ നമ്മൾ നോമ്പ് മുറിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇതുവരെയൊക്കെ നമ്മൾ എന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണം. അള്ളാഹു പുറത്ത് തരും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് കമൻസൊക്കെ ഉണ്ട്, അതിൻ്റെ റിപ്ലൈക്ക് ഞാൻ അടുത്ത വീഡിയോകളിലായിട്ട് പറയാം. പിന്നെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പഴയ ഡേ ഇൻ മൈ ലൈഫ് പോലെ കമ്പൈൻ ചെയ്തിടുന്ന വീഡിയോയൊക്കെ മിസ് ചെയ്യുന്നെന്ന്. എല്ലാവർക്കും അത് ഇഷ്ടമാവുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഇടാം ഇനി അടുത്ത വീഡിയോ തൊട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.